ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ EVSൻ്റെ യൂണിറ്റ് 1 അതിൻ്റെ ബാക്കി പോർഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ എവിടം വരെ പഠിച്ചു? നമ്മൾ സീഡ്സിൽ നിന്ന് മാത്രമല്ല നമുക്ക് പ്ലാന്റ്സ് കിട്ടുന്നത് എന്നുള്ളത് വരെ നമ്മൾ പഠിച്ചല്ലേ. ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സിൻ്റെയും അതിൻ്റെ പാർട്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കുക. ഓക്കെ, അപ്പം നമുക്ക് പോർഷനിലേക്ക് വരാം. പ്ലാന്റ് പാർട്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. വൈ ഡസ് എ പ്ലാന്റ് ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്? ആർ ഓൾ ദ പാർട്സ് ഇമ്പോർട്ടൻറ്റ്? നമുക്കറിയാമല്ലേ, ഒരു പ്ലാന്റിന് ഒരുപാട് പാർട്സ് ഉണ്ടല്ലേ, നമ്മൾ പഠിച്ചു. അപ്പം ഈ എല്ലാ പാർട്സും ഇമ്പോർട്ടൻ്റ് ആണോ? എന്ത് തോന്നുന്നു? നമുക്കിപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാം. പ്ലേസ് 3 ടെസ്റ്റ് ട്യൂബ്സ് ഇൻ എ സ്റ്റാൻഡ്. ഫിൽ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വിത്ത് വാട്ടർ. നമുക്ക് 3 ടെസ്റ്റ് ട്യൂബ്സ് എടുക്കാം. അതിൽ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ നമ്മളൊരു സ്റ്റാൻഡിൽ വെച്ചിട്ട്, ഈ പിക്ചറിൽ കണ്ടോ, ഈ കുട്ടി വെച്ചേക്കുന്ന പോലെ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് കുറച്ച് വെള്ളം നിറയ്ക്കാം. ഇനി സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് റെഡ് കളർ റെഡ് കളർ ഇട്ട വാട്ടർ നമുക്ക് അതേ അളവിൽ തന്നെ ഇടാം. എന്നിട്ട് ഇനി തേർഡ് ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് വെള്ളം ഇല്ലാതെ വിത്തൗട്ട് വാട്ടർ നമുക്ക് ആ ടെസ്റ്റ് ട്യൂബ് പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മഷിത്തണ്ട് ചെടി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെയൊക്കെ വീട്ടിലെ മുറ്റത്തുണ്ടാവും മഷിത്തണ്ട് ചെടി. അപ്പം ഒരേ സൈസിലുള്ള, അതിൻ്റെ റൂട്ട്സ് ഡാമേജ് ഒന്നും പറ്റാത്ത നല്ല റൂട്ട്സ് നമുക്ക് നന്നായിട്ടിരിക്കണം. അപ്പം ആ ചെടി നമുക്ക് ഇതിനാവശ്യമാണ്. എന്നിട്ട് ഈ ചെടി എടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് സൺലൈറ്റിൽ, സൂര്യപ്രകാശത്തിൽ നമുക്ക് വെക്കാം. എന്നിട്ട് ഓരോ ടെസ്റ്റ് ട്യൂബിലും നമുക്കിത് ഇട്ട് വെക്കാം. അപ്പോൾ എന്ത് മാറ്റമായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്? ഈ ടെസ്റ്റ് ട്യൂബിൽ വാട്ടർ ഒന്നും ഇല്ലാത്ത ടെസ്റ്റ് ട്യൂബിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? വെള്ളം കിട്ടാതെ വന്ന ചെടിക്ക് എന്ത് പറ്റും അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി വെള്ളം, നമ്മൾ റെഡ് കളറിൽ വാട്ടർ വെച്ച ഒരു ചെടി ഉണ്ടായിരുന്നല്ലേ, അതിലെന്ത് പറ്റി? റെഡ് കളർ ആയോ ആ ചെടി? പിന്നെ നമ്മൾ വെറും വാട്ടർ മാത്രം വെച്ചിരുന്ന ചെടിക്ക് എന്ത് മാറ്റമാണ്? അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഇതൊന്ന് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഹാപ്പൻ ടു ദ പ്ലാന്റ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ? വാട്ടർ ഇല്ലാതിരുന്ന ആ ടെസ്റ്റ് ട്യൂബിലെ പ്ലാന്റിന് എന്ത് പറ്റി കാണും? വെള്ളം ഇല്ലാതെ വന്നാൽ ആ ചെടിക്ക് എന്ത് സംഭവിക്കും? അത് ഉറപ്പായിട്ടും വാടിപ്പോകും അല്ലേ? അപ്പോൾ എന്ത് പറ്റി? ആ ചെടി വാടിപ്പോയി. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം. അപ്പോൾ നമ്മൾ ആൻസർ എന്താണ് എഴുതിയിരിക്കുന്നത്? ദ പ്ലാന്റ് വിൽറ്റഡ് ബിക്കോസ് ദർ ഈസ് നോ വാട്ടർ. വെള്ളം ഇല്ലാത്തത് കൊണ്ട് ആ ചെടി എന്ത് പറ്റി? വാടിപ്പോയി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഹൗ ഡിഡ് ദ കളർ ഓഫ് ദി പ്ലാന്റ് സ്റ്റെം ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ചേഞ്ച്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ റൂട്ട് ഇൻ ദിസ് ചേഞ്ച്? സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ റെഡ് കളറുള്ള വെള്ളമായിരുന്നു വെച്ചിരുന്നത് അല്ലേ? അപ്പം എന്ത് പറ്റി കാണും? ആ കളറിൽ ചെടിക്ക് എന്തായി കാണും? ആ കളർ അബ്സോർബ് ചെയ്ത് ആ ഒരു കളർ ചെടിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലേ. ചെടിയുടെ സ്റ്റെമ്മിൽ നമുക്ക് ആ കളറ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പം ആ ചെടിയുടെ കളർ എന്താണ്? റെഡ് കളർ സ്റ്റെമ്മാണ് ഇപ്പോൾ ആ ചെടിക്കുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ റൂട്ട് ഉൾപ്പെടെയാണ് ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇറക്കി വെച്ചതല്ലേ. അപ്പോൾ ആ റൂട്ട് എന്ത് ചെയ്തു? ആ റെഡ് കളർ വാട്ടർ അബ്സോർബ് ചെയ്തല്ലേ, വലിച്ചെടുത്തു. അതുകൊണ്ടാണ് എന്ത് പറ്റിയത്? ആ ചെടിക്കിപ്പോൾ റെഡ് കളർ ആയത്. അപ്പോൾ നമുക്കതിവിടെ എഴുതാം. അപ്പോൾ നമ്മൾ ആൻസർ ഇതാ ഇവിടെ എഴുതി. ദ പ്ലാന്റ് ഈസ് നൗ റെഡ് ഇൻ കളർ ബിക്കോസ് ദ റൂട്ട് അബ്സോർബ് ദ റെഡ് വാട്ടർ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് പ്രിപ്പയർ ദ ഫുഡ് ദാറ്റ് ദേ നീഡ് ഇൻ ദർ ലീവ്സ്. പ്ലാന്റ്സ് എവിടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? അതിൻ്റെ ഇലകളിലാണ് അതിന് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മുടെ വീട്ടിലെവിടെ? നമ്മൾ കിച്ചണിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കും അല്ലേ. അതുപോലെ പ്ലാന്റ്സിൻ്റെ കിച്ചൺ എവിടെയാണ്? അതിൻ്റെ ലീവ്സിലാണ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത്. അതിൻ്റെ വളർച്ചയ്ക്ക് ഭക്ഷണം ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. എന്നിട്ട് ബാക്കി വരുന്ന ഫുഡ് എന്ത് ചെയ്യും? ദ റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ഫുഡ് ഒരുപാടുണ്ടെങ്കിൽ ബാക്കി ഫുഡ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ. അതുപോലെ തന്നെ ചെടികളും എന്ത് ചെയ്യും? ബാക്കി വരുന്ന ഫുഡ് അതിൻ്റെ പല ഭാഗങ്ങളിൽ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ അതെന്ത് ചെയ്യും? അതർ ഓർഗാനിസംസ് യൂസ് ഇറ്റ് ആസ് ദ ഫുഡ്.
മറ്റ് ഓർഗനിസംസ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗനിസംസ് ഫുഡായിട്ട് അത് കഴിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്ലാന്റിന്റെ ചില പാർട്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെ പാർട്സ് ആണ്? സ്റ്റെം, ലീഫ്, റൂട്ട്. സ്റ്റെം മാച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റെം എന്താണ് ചെയ്യുന്നത്? ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വെള്ളവും ന്യൂട്രിയൻസും ഒക്കെ ലീവ്സിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് ആരാണ്? സ്റ്റെം ആണ് ചെയ്യുന്നത്. ഇനി ലീഫ് എന്താണ് ചെയ്യുന്നത്? ഇതിൽ ഏത് കാര്യമാണ് ലീഫ് ചെയ്യുന്നത്? നോക്കിക്കേ, ലീഫ് എന്താ ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ലീഫ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നല്ലേ. അപ്പം നമുക്ക് ലീഫ് പ്രിപ്പയർസ് ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ലീവ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റൂട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഒരു ചെടിയെ ഉറപ്പിച്ച് മണ്ണിൽ നിർത്തുന്നത് ആരാണ്? റൂട്ടാണല്ലേ. റൂട്ട് ഫിക്സസ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എക്സ്പെരിമെന്റിൽ ആ വെള്ളം വലിച്ചെടുത്തത് ആരാണ്? റൂട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റൂട്ട് അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം ദ സോയിൽ. മണ്ണിൽ നിന്ന് ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ന്യൂട്രിയൻസും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് ആരാണ്? റൂട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലീവ്സിന്റെ കാര്യം നോക്കാം. നമ്മൾ ലീവ്സിനെ പറ്റി പറഞ്ഞു, ലീവ്സ് ആണ് കിച്ചൺ അല്ലേ, ഫുഡ് ഉണ്ടാക്കുന്നത് ലീവ്സിലാണ്. പക്ഷെ എല്ലാ പ്ലാന്റിന്റെയും ലീവ്സ് ഒരുപോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട് അല്ലേ. ലീവ്സിന് വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ, നമ്മുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിലുള്ള പ്ലാന്റ്സ് ഒക്കെ നോക്കിയിട്ട് ആ പ്ലാന്റിന്റെ പേര് എഴുതാനും അതിൻ്റെ ലീഫിന്റെ ഷേപ്പും, ഇനി ലീവ്സിന് എന്തെങ്കിലും സ്മെല്ലുണ്ടോ ഉണ്ടെങ്കിൽ അത്, ഇനി അതിന്റെ കളർ എന്താണെന്ന് എഴുതാനുമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, തുമ്പ. തുമ്പച്ചെടി നമുക്കറിയാം അല്ലേ. അതിന്റെ ലീഫിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ലോങ് ആൻഡ് ടേപ്പറിങ്, നല്ല നീളമുള്ള ഇലയാണ് അല്ലേ, കുഞ്ഞിലയാണ്, നീളമുള്ള ഇലയാണ്. ഇനി ഇതിന് മണമുണ്ടോ? യെസ്. ഇനി അതിന്റെ ലീവ്സിന്റെ കളർ എന്താണ്? ഗ്രീൻ കളറാണ് ഉള്ളത്. നെക്സ്റ്റ് വണ്ണാണ് മാംഗോ. ഇവിടെ ഒരെണ്ണം കൊടുത്തത് മാംഗോ ട്രീ. മാംഗോ ട്രീയുടെ ഷേപ്പ് ഓഫ് ദ ലീഫിന്റെ ഷേപ്പ് എന്താണ്? ഓവൽ വിത്ത് പോയിന്റഡ് ടിപ്പ്. ഒരു ഓവൽ ഷേപ്പ് ആണല്ലേ. ഇനി അതിന്റെ അറ്റം, ടിപ്പ് എന്ന് പറയുന്നത് പോയിന്റഡ് ആയിട്ടിരിക്കുന്നതാണ്. ഇനി അതിന്റെ ഇലയ്ക്ക് മണമുണ്ടോ? സ്മെല്ലുണ്ടോ? യെസ്, നമുക്ക് ഈ മാംഗോ ലീഫ് എടുത്ത് നോക്കിയാൽ അറിയാം, അതിന് നല്ലൊരു മണം ഉണ്ടല്ലേ. ഇനി അതിന്റെ കളർ എന്താണ്? ഗ്രീൻ കളറാണ്. അടുത്ത എന്താണ്? തുളസി. തുളസി ഇലയുടെ ഷേപ്പ് എന്താണ്? എലിപ്റ്റിക്കൽ ഷേപ്പാണ്. അതായത് റൗണ്ട് അല്ല, ഒരു റൗണ്ടിനെ നമ്മൾ വലിച്ചു നീട്ടില്ല, അതുപോലത്തെ ഒരു ഷേപ്പ്, എലിപ്റ്റിക്കൽ ഷേപ്പാണ് തുളസിയിലേക്കുള്ളത്. ഇനി അതിന്റെ സ്മെല്ല് ഉണ്ടോ? യെസ്, അതിന് സ്മെല്ലുണ്ട്. ഇനി കൂടാതെ അതിന്റെ ലീഫിന്റെ കളർ എന്താണ്? ഗ്രീൻ കളർ. ഇനി ഈ ലീവ്സിനൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. എന്തൊക്കെ വ്യത്യാസങ്ങളാണ്? നമുക്കതൊന്ന് എഴുതാം. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ദർ ഈസ് വെറൈറ്റി ഇൻ കളേഴ്സ്. കളേഴ്സിൽ വ്യത്യാസമുള്ള ഇലകളുണ്ട് അല്ലേ. എല്ലാ ചെടികളുടെയും ഇലകൾ ഒരുപോലെ അല്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെറൈറ്റി ഇൻ ഷേപ്സ്. ഷേപ്സ് എല്ലാ ഇല ഒരുപോലെ ആണോ? അല്ല, ഷേപ്സിന് വ്യത്യാസമുണ്ട്. ഇനി ഡിഫറൻസ് ഇൻ സൈസ്, സൈസിനും വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാ ലീവ്സും എന്തല്ല, ഒരുപോലെ അല്ല ഉള്ളത്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ലീഫ് എടുത്ത് പേപ്പറിന്റെ അടിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? ക്രയോൺ കൊണ്ട് അതിന്റെ മുകളിലൂടെ ഡ്രോ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് പാറ്റേൺ ആണ് കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കുക. ഇനി ഇവിടെ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ബോക്സിൽ, കണ്ടോ? ഇതൊക്കെ പലതരത്തിലുള്ള ഇലകൾ വെച്ച് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇലകൾ ഉപയോഗിച്ച് ഇതുപോലുള്ള ഫിഗേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ആണ് ഫ്ലവേഴ്സ്. നമുക്കെല്ലാം ഫ്ലവേഴ്സ് ഇഷ്ടമാണല്ലേ. പല തരത്തിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം ഈ ഫ്ലവേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഇവിടെ ഒരു ചെടി കൊടുത്തിട്ടുണ്ട്. ഈ ചെടി ഏതാണ്? നമ്മുടെ തുമ്പച്ചെടി. പക്ഷെ ഈ പ്ലാന്റ് നമ്മളോട് എന്തോ പറയുകയാണ്. എന്താണ്? പ്ലീസ് ഡോണ്ട് പ്ലക്ക് മൈ ഫ്ലവേഴ്സ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? എൻ്റെ ഫ്ലവേഴ്സ് എടുക്കരുത്, ഫ്ലവേഴ്സ് ആരും പറിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ചെടി അങ്ങനെ പറഞ്ഞത്? നമുക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്? എന്തൊക്കെയാണ് ഫ്ലവേഴ്സിന്റെ ബെനിഫിറ്റ്സ്? ഹൂ ആർ ബെനിഫിറ്റഡ്? ആർക്കൊക്കെ പ്രയോജനം കിട്ടുന്നുണ്ട്? നമുക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്കും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് മാത്രമല്ല, പല ബേർഡ്സിനും ആനിമൽസിനും ഇൻസെക്ട്സിനും ഒക്കെ ഇതിൽ നിന്ന് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ബീസ് ഗെറ്റ് ഹണി. തേനീച്ചയ്ക്ക് തേൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫ്ലവറിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ നോക്കിക്കേ. പ്രൊവൈഡ് ഫ്രാഗ്രൻസ്, അതായത് നല്ല മണം. നമുക്ക് ഫ്ലവേഴ്സിന് നമുക്കറിയാം അല്ലേ, നല്ല
മണമുണ്ട്. ഫ്ലവേഴ്സ് നമുക്ക് നല്ല മണം തരാനായിട്ട് കഴിയും. അടുത്ത എന്താണ്? പ്രൊഡ്യൂസസ് സീഡ്സ്, അതായത് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. എവിടെ നിന്നാണ്? ഫ്ലവേഴ്സിൽ നിന്ന് നമുക്ക് സീഡ്സ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്, പല തരത്തിലുള്ള ഫ്ലവേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ കണ്ടോ, ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇത് ഏത് ഫ്ലവർ ആണ്? എല്ലാവർക്കും അറിയാം, റോസ്. നെക്സ്റ്റ് സെക്കൻഡ് പിക്ചറിൽ നമ്മൾ കാണുന്ന ഫ്ലവർ ഏതാണ്? കാസിയ അല്ലെങ്കിൽ കണിക്കൊന്ന, കാസിയ ഫിസ്റ്റുല എന്ന് പറയും, കണിക്കൊന്ന. അടുത്ത ഫ്ലവർ നമുക്കറിയാം, എന്താണ്? ജാസ്മിൻ. നെക്സ്റ്റ് വൺ, ഈ ചെടി നമ്മുടെ ഒക്കെ വീട്ടിലുണ്ടാവും, 10 മണിപ്പൂ എന്ന് പറയും, കണ്ടിട്ടുണ്ടാവും അല്ലെ, പല കളേഴ്സിലുള്ള. അപ്പം ഈ ചെടിയുടെ പേരെന്താണ്? പോർട്ടുലാക്ക് അല്ലെങ്കിൽ 10 മണിപ്പൂവ്. നെക്സ്റ്റ് വൺ സിനിയ, ഇതും വീട്ടിലുണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവും, നല്ല കളർഫുൾ ആണല്ലേ, ഒരുപാട് പെറ്റൽസ് ഉണ്ട്. അടുത്ത ഫ്ലവർ ഏതാണ്? മാരിഗോൾഡ്. അപ്പം ഈ ഫ്ലവേഴ്സ് ഒക്കെ നോക്കിക്കുക, എല്ലാ ഫ്ലവേഴ്സും ഒരുപോലെയാണോ? അല്ല, എല്ലാം പല കളേഴ്സിൽ, പല ഷെയ്ഡ്സിൽ. ഇനി അതിൻ്റെ പെറ്റൽസ് നോക്കിക്കുക, ചിലതിൽ ഒരുപാട് പെറ്റൽസ് ഇതളുകളുണ്ട്, ചിലതിൽ കുറച്ചേ ഉള്ളൂ, ചിലതിന് നല്ല മണമുണ്ട്, ചിലതിന് അങ്ങനെ വലിയ മണമൊന്നും കാണില്ല. ഓക്കെ, അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പേര് കണ്ടെത്തി നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് അതിൻ്റെ കളറും ഷേപ്പും സ്മെല്ലും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കണ്ടെത്താം. ഇനി അടുത്ത് നോക്കിക്കേ, നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ടു. ഇനി പൂക്കളില്ലാത്ത ചെടികളും. Have you seen the plants given in the picture? Do they bloom? Do all the plants bloom? Search and find out. നിങ്ങൾ ഈ പിക്ചറിൽ കൊടുത്തേക്കുന്ന പ്ലാന്റ്സ് കണ്ടോ? ഇതിലെല്ലാത്തിലും പൂക്കളുണ്ടാവോ? ഇല്ല. ഇനി എല്ലാ ചെടികളിലും പൂക്കളുണ്ടാവോ എന്ന് തോന്നുന്നു? ഇല്ലല്ലേ. നമുക്ക് നോക്കാം. The major parts of the plant are root, stem and leaf. ഒരു ചെടിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അതിൻ്റെ റൂട്ട്, വേര്, സ്റ്റെം, പിന്നെ ലീഫ്. Flowers develop at a stage of the plant's growth. Flowers then become fruits. നമ്മൾ ഒരു ചെടി നടുമ്പോൾ നമുക്കറിയാം, അപ്പോൾ ആദ്യം തന്നെ ഫ്ലവർ ഉണ്ടാവില്ല അല്ലേ. ആ ചെടി വളർന്ന് കുറച്ചാകുമ്പോഴാണ് അതിൽ ഫ്ലവേഴ്സ് വരുന്നത്. ഈ ഫ്ലവേഴ്സ് പിന്നെ എന്തായിട്ട് മാറും? ഫ്രൂട്ട്സ് ആയിട്ട് മാറും അല്ലേ. ആൻഡ് ഓൾ ദ പ്ലാന്റ്സ് ഡു നോട്ട് ബ്ലൂം. എല്ലാ ചെടികളും എന്ത് ചെയ്യില്ല? ബ്ലൂം ചെയ്യില്ല. അതിൽ എല്ലാത്തിലും ഫ്ലവേഴ്സ് ഉണ്ടാവില്ല. ആൻഡ് ഓൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട് ഓൾസോ. ഇനി അത് മാത്രമല്ല, എല്ലാ പൂക്കളും എന്താകില്ല? ഫ്രൂട്ട്സ് ആകുകയും ഇല്ല. അടുത്ത പിക്ചറിലേക്ക് വരുമ്പോൾ നമുക്കിതാ ഇവിടെ ഒരു പ്ലാന്റ് കാണാൻ പറ്റും അല്ലേ. കണ്ടോ? ഈ പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനെന്താ പറയുന്നത്? കാക്ടസ് എന്ന് പറയും. ഇത് എവിടെയാണ് പ്രധാനമായിട്ടും വളരുന്നത്? അതെ, വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ, ഡെസേർട്ടിലൊക്കെയാണ് കാക്ടസ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. Have you seen plants growing in places without sufficient water? What are their features? ഇങ്ങനെ ഈ ആവശ്യത്തിന് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ വളരുന്ന ഈ ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റൂട്ട്സ് ഗ്രോ വെരി ഡീപ്പ് ഇൻ ടു ദ സോയിൽ. അതിൻ്റെ വേര് മണ്ണിലേക്ക് ആഴ്ന്ന് ഇറങ്ങും. കാരണം എന്താ? വെള്ളമില്ലല്ലേ. അപ്പം അതിൻ്റെ വേര് എന്താ ചെയ്യും? വെള്ളം തേടി പോകുന്നതാണ്. അപ്പം നല്ല ആഴത്തിലുള്ള വേരുകളായിരിക്കും ഈ ചെടികൾക്കുള്ളത്. ഇനി സ്മോൾ ലീവ്സ് ഓർ സ്പൈൻസ്, അതിന് ചെറിയ കുഞ്ഞിലകളായിരിക്കും അല്ലെങ്കിൽ മുള്ളുകളായിരിക്കും ഈ ചെടികൾക്കുള്ളത്. കാരണം എന്താ? വെള്ളം നഷ്ടമാകാതിരിക്കും. വെള്ളം ഇല്ലല്ലേ, വെള്ളം ഇല്ലാത്ത സ്ഥലത്താണ് ഈ ചെടികളുള്ളത്. അതുകൊണ്ടാണ് അതിന് സ്മോൾ ലീവ്സ് അല്ലെങ്കിൽ സ്പൈൻസ് ഉള്ളത്. നെക്സ്റ്റ് വൺ, നമുക്കൊരു ചെടിയെ പറ്റി പഠിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ചെടി, നീലക്കുറിഞ്ഞി. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? This is a rare plant that blooms once in 12 years. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ നീലക്കുറിഞ്ഞി. Once the flower blooms, it will stay without withering for up to 3 months. ഒരിക്കൽ ഇതിൽ പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ എത്ര നാൾ വരെ നിൽക്കും? 3 മാസം വരെ ആ പൂവ് അങ്ങനെ നിൽക്കും. They are blue in color. ഇതിൻ്റെ കളർ എന്താണ്? ബ്ലൂ കളറാണ് നീലക്കുറിഞ്ഞിക്ക്. നീൽഗിരി ഹിൽസ് gets its name from the flower നീലക്കുറിഞ്ഞി. അപ്പം നീലക്കുറിഞ്ഞി എന്നുള്ള പേരിൽ നിന്നാണ് നീലഗിരി ഹിൽസ് എന്ന ആ സ്ഥലത്തിന് അങ്ങനെ പേര് വരാൻ കാരണം. ഇനി നമുക്ക് എന്തൊക്കെയാണ് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. കണ്ടോ?
വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? എന്തൊക്കെയാണ് പ്ലാന്റ്സിന്റെ ബെനിഫിറ്റ്സ്? ഫസ്റ്റ് വൺ എന്താണ്? ദേ ഗീവ് ഷെയ്ഡ്. നമുക്ക് തണല് തരും അല്ലേ? ഈ പിക്ചറിൽ കണ്ടോ? ഈ കുട്ടി എന്താണ് ചെയ്യുന്നത്? അവിടെ ആ ഷെയ്ഡിന്റെ കീഴിലിരിക്കുകയാണല്ലേ? ഇറ്റ് ഗീവ്സ് അസ് ഷെയ്ഡ്. പിന്നെ നമുക്ക് ആ പിക്ചറിൽ കാണാം. പിന്നെ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും? അവിടെ ചെറിയ ക്രീച്ചേഴ്സ് അല്ലെ, ആനിമൽസ് ഉണ്ട്, ബേർഡ്സിന് നെസ്റ്റ് ഉണ്ടല്ലേ, അപ്പൊ അതിന് താമസിക്കാനുള്ള ഷെൽട്ടർ കൊടുക്കുന്നുണ്ടല്ലേ ആര്? ഈ ട്രീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ഫുഡ് കൊടുക്കുന്നുണ്ടല്ലേ, ആനിമൽസിനാണെങ്കിലും ബേർഡ്സിനാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ ഫുഡ് തരുന്നുണ്ട്. ആരാണ്? പ്ലാന്റ്സ് നമുക്ക് തരുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് അത് എഴുതാം. ദേ ഗീവ് us ഫുഡ്. ഇനി ചില മെഡിസിൻസ് ഒക്കെ നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? മരുന്നുകളൊക്കെ നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണല്ലേ കിട്ടുന്നത്. അപ്പം ദേ പ്രൊവൈഡ് മെഡിസിൻസ്. ഇനി നമ്മുടെ എയർ, നമ്മൾ ശ്വസിക്കുന്ന വായു അല്ലേ, ഇത് നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ആരാന്നറിയാമോ? നമ്മുടെ പ്ലാന്റ്സ് ആണ് സഹായിക്കുന്നത്. ദേ ഹെൽപ്സ് ഇൻ ക്ലീനിങ് ദ എയർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദി എർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് പ്ലാന്റ്സ്. ഡോണ്ട് യു തിങ്ക് സോ? നിങ്ങൾക്ക് തോന്നില്ലേ? അപ്പം ആരുടെ ജോലിയാണ്? ആരുടെ ഉത്തരവാദിത്തമാണ്? ഡ്യൂട്ടിയാണ്. നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ എർത്തിനെ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിനെ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ചെടികളൊക്കെ നടുക, അങ്ങനെ നമ്മുടെ എർത്തിനെ നന്നായിട്ട് നോക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്ലാന്റ്സ്, ഒരുപാട് ചെടികളൊക്കെ നടണം, മരത്തൈകൾ നടണം. അങ്ങനെ നമുക്ക് നല്ലൊരു നമ്മുടെ എർത്തിനെ കുറച്ചുകൂടി ഗ്രീൻ ആക്കി വെക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് അസസ് ചെയ്യാം. ലെറ്റ് us assess എന്ന പോർഷനിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find out the names of the plants given below and write down the category in which they belong to. Identify more examples and note down their features. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ പേര് എഴുതണം. അത് കൂടാതെ ഇത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്നുള്ളത് നമുക്ക് എഴുതണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏത് പ്ലാന്റ് ആണ്? തുമ്പയാണ് അല്ലേ, തുമ്പച്ചെടി. അതെന്താണ്? ഹേർബാണ്. ഹേർബിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഹേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ ചെറിയ പ്ലാന്റ്സ് ആണ്, വളരെ കുറച്ച് നാളെ ഇത് ജീവിച്ചിരിക്കുള്ളൂ അല്ലേ. ഇനി നെക്സ്റ്റ് പ്ലാന്റ് ഏതാണ്? റോസ്. റോസ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പിൽ വരും? ഒരു shrub-ആണ്. കാരണം എന്താ? അതിന്റെ സ്റ്റെം എന്ന് പറയുന്നത് കുറച്ചുകൂടി കട്ടിയുണ്ട്. ഇനി അത് 1-2 വർഷങ്ങളൊക്കെ കുറച്ച് വർഷങ്ങൾ അതിന് ജീവിച്ചിരിക്കാനായിട്ട് പറ്റും. അടുത്തത് കാണുന്ന ഒരു ട്രീ ആണ്. ഏത് ട്രീ ആണത്? കോക്കനട്ട് ട്രീ. അത് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? ട്രീസിൽ വരുന്നതാണ് അത്. നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കളർ ദ ഫ്ലവേഴ്സ് അപ്രോപ്രിയേറ്റ്ലി. നമുക്ക് ഈ ഫ്ലവേഴ്സ് ഒന്ന് കളർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതൊക്കെ ഫ്ലവർ ആണ്? ഹിബിസ്കസ് ഉണ്ട്, ലോട്ടസ് ആൻഡ് ജാസ്മിൻ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഫ്ലവേഴ്സ് ഒന്ന് കളർ ചെയ്യാം. കളർ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കളർ സെലക്ട് ചെയ്തത്? അതിന്റെ കാരണം കൂടി ഒന്ന് ഓർക്കുക, എന്തുകൊണ്ട് നിങ്ങൾ ആ കളർ അടിച്ചു എന്നുള്ളത്. എന്നിട്ട് നമുക്കൊരു വർക്ക് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് ഒരേ കളറിൽ വരുന്ന പ്ലാന്റ്സിന്റെ പേര് നമുക്ക് ഇവിടെ എഴുതാം. ഡിഫറെന്റ് കളേഴ്സിൽ വരുന്ന പ്ലാന്റ്സിന്റെ പേര് എഴുതാനും ഇവിടെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ, നമുക്ക് ഒരേ കളറിലുള്ള പ്ലാന്റ്സ് ഏതൊക്കെയായിരിക്കും വരുന്നത്? നമുക്ക് അറിയാവുന്നത് ഒന്ന് ജാസ്മിൻ. നമ്മളിപ്പോ കളർ ചെയ്തല്ലേ, ജാസ്മിൻ നിങ്ങൾ വൈറ്റ് കളർ തന്നെ. കാരണം എന്താണ്? വൈറ്റ് കളറിലെ നമുക്ക് ജാസ്മിൻ കാണാൻ പറ്റുള്ളൂ അല്ലേ. അടുത്തത് ഏതാണ്? വൈറ്റ് കളറിൽ മാത്രമല്ല, ഒരു കളറിൽ മാത്രം ഉള്ളത് തുമ്പ അല്ലേ, ല്യൂക്കസ് അല്ലെങ്കിൽ തുമ്പ. അതിന് നമുക്ക് വൈറ്റ് കളർ ഒരു കളർ മാത്രമേ ഉള്ളൂ. അതുപോലെ വേറെ ഏതെങ്കിലും ചെടി നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ അതിന്റെ പേരൊന്ന് അവിടെ എഴുതുക. അടുത്തത് ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് റോസ്. റോസ് നമുക്ക് പല കളറിലുണ്ടല്ലേ. അതുപോലെ ഹിബിസ്കസ്, ഇപ്പൊ നമ്മൾ കളർ ചെയ്തു, ഹിബിസ്കസും ഒരുപാട് കളറിലുണ്ട്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇനിയും കിട്ടുന്ന പേരുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. Now the third question നോക്കിക്കേ. What about the growth of the sapling that you planted? Draw a picture and mark its parts. How does this plant benefit us and other organisms? അപ്പോൾ നമ്മളൊരു സാപ്ലിംഗ് നേരത്തെ പറഞ്ഞു, ഒരു സാപ്ലിംഗ് നമുക്കൊരു ഗ്ലാസ് കുപ്പിയിൽ നമുക്ക് നട്ടു വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ പാർട്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് എങ്ങനെയായിരിക്കും ഈ ഒരു പ്ലാന്റ് നമുക്കും മറ്റുള്ളവർക്കും മറ്റു ജീവജാലങ്ങൾക്കും എങ്ങനെയായിരിക്കും അതിന് പ്രയോജനം കിട്ടുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി നോക്കുക. നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചിന്തിക്കുമ്പോൾ കിട്ടുന്നതെന്നുള്ളതൊന്ന് കണ്ടുപിടിച്ച് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഉള്ളത്. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. ഓക്കെ, താങ്ക് യു.